റീറ്റെയിൽ സ്റ്റോറിലേക്ക് കസ്റ്റമർ അട്രാക്ട് ചെയ്യാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, കസ്റ്റമർ എക്സ്പീരിയൻസ്. നമ്മളെ സ്റ്റോറിലേക്ക് ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും മാച്ച് ആയുള്ള അയാളുടെ റിക്വയർമെൻറ്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മളൊരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോഫിറ്റബിലിറ്റി കൂടിയ പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റേ പാടില്ല. മറിച്ച് കസ്റ്റമർ റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സർവീസ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. ആ കസ്റ്റമർ നമ്മളെ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ 4 ആൾ അടുത്ത് പോയിട്ട് ആൾ പറയണം, അവിടുത്തെ എക്സ്പീരിയൻസ് അടിപൊളിയാട്ടോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓൺലൈൻ സോഷ്യൽ മീഡിയയും നമ്മൾ സ്റ്റോറാക്കി മാറ്റി കളിക്കുക. എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്കൊരു സ്ട്രോങ് പ്രസൻസ് ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ സ്റ്റോർ ഒരു കമ്മ്യൂണിറ്റി ഹബ്ബായിട്ട് മാറ്റി കളിക്കുക. ഒരു ഉദാഹരണത്തിന്, നിങ്ങളൊരു ബുക്ക് സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് റീഡിംഗ് ക്ലബ്ബുകൾ, റീഡിംഗ് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ബുക്ക് റീഡിംഗ് വീക്സുകൾ കണ്ടക്ട് ചെയ്യാം. പ്രാദേശിക എഴുത്തുകാരൊക്കെ വെച്ചുകൊണ്ടൊരു മീറ്റപ്പുകൾ സംഘടിപ്പിക്കുക. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം നമ്മളെ സ്റ്റോർ. ആമസോണ്, ഫ്ലിപ്കാർട്ട്, അലി എക്സ്പ്രസ് ഇങ്ങനത്തെ ഓൺലൈൻ ഭീമന്മാരൊക്കെ ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2015 മുതൽ ആമസോണ് ഷോപ്പുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് 2022 ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റോർ ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തു. അലി എക്സ്പ്രസ് ചൈനയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ റീറ്റെയിൽ ചെയിനുകൾ. അപ്പോൾ ഇതിനൊക്കെ അർത്ഥം എന്താ വെച്ചാൽ റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് എപ്പോഴും സ്കോപ്പ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷേ അത് വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറുന്നതിനൊപ്പം നമ്മൾ മാറാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്കോപ്പ് ഉണ്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് ഇപ്പോഴും.